RDX ആദ്യ വിഷയത്തിലേക്ക്. കേരള പോലീസിന്റെ സംഘപരിവാർ അനുഭാവവും ബാന്ധവവും സർക്കാരിനെതിരെ പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുന്ന മുന്നേയുള്ള വിമർശനങ്ങളിൽ ഒന്നാണ് ഇത്. ആ ആരോപണത്തിന് പ്രതിപക്ഷത്തിന് വേണ്ടത്ര കാരണങ്ങളുമുണ്ട്. RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ ADGP അജിത് കുമാർ ഒരു ഭാഗത്ത്, DGP കസേരയിൽ നിന്നിറങ്ങി നേരെ BJP കാര്യാലയത്തിലേക്ക് കയറി ചെന്ന ജേക്കബ് തോമസും ശ്രീലേഖയും, UDF കാലത്തെ DGP TP സെൻകുമാർ നേരത്തെ BJP ക്യാമ്പ് അടഞ്ഞയാളെന്ന് ഇടതുപക്ഷം തിരിച്ചടിക്കുമെങ്കിലും കേരള പോലീസിലെ RSS BJP അനുഭാവം കൂടി വരികയാണ് എന്ന വിമർശനം CPIM പോലുമുണ്ട്. ഇക്കൂട്ടത്തിൽ ഒടുവിലത്തേതാണ് ഇന്ന് ജയിൽ വകുപ്പിൽ നിന്ന് പുറത്തു വന്ന വാർത്ത. RSS അനുഭാവികളായ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ 18 പേർ കോട്ടയം കുമരകത്ത് റിസോർട്ടിൽ അവർ രഹസ്യയോഗം ചേർന്നു. ഇപ്പോഴല്ല, 4 മാസം മുമ്പ് ജനുവരിയിൽ നടപടിയായി 18 പേരെയും നാനാവഴിക്ക് ട്രാൻസ്ഫർ അടിച്ചു കൊടുത്തപ്പോഴാണ് വാർത്ത പുറത്തു വന്നത്. രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത സംഘടനയാണ് RSS എന്നാണ് വൈപ്പ്. ജയിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ഇടപെടാൻ അവർക്ക് എന്താണ് താല്പര്യം? RDX അന്വേഷിക്കുന്നു. ആദ്യം RDX റാപ്പ് 59 സെക്കൻഡ്. 13 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരും 5 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരുമാണ് ജനുവരി 17 കുമരകത്തെ റിസോർട്ടിൽ രഹസ്യ യോഗം ചേർന്നത്. രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സംഘടിക്കരുതെന്ന ചട്ടം ലംഘിച്ച് ഇനിയും വളരുമെന്ന രാഷ്ട്രീയ പ്രസ്താവന നടത്തിയാണ് ജയിൽ ജീവനക്കാരായ RSS അനുഭാവികളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. രഹസ്യ യോഗം സംബന്ധിച്ച് സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകി. എന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ജയിൽ വകുപ്പിന് വേണ്ടി വന്നത് 3 മാസത്തിലധികം. ഏപ്രിൽ 26-29 തീയതികളിൽ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് സ്ഥലമാറ്റം ഭരണപരമായ സൗകര്യങ്ങൾക്കായി എന്നാണ്. മാത്രമല്ല, ഇതിൽ തുടർ അന്വേഷണമോ മറ്റ് നടപടികളോ ഇല്ലെന്നർത്ഥം. ജയിൽ വകുപ്പിന്റെ നടപടികൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. സംസ്ഥാനത്തെ 3 സെൻട്രൽ ജയിലുകളിലെയും വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലെയും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയാണ് യോഗത്തിൽ പങ്കെടുത്തത്. കേരളത്തിലെ ജയിലുകളിൽ കഴിയുന്ന 250ഓളം വരുന്ന RSS BJP തടവുകാരെ സംരക്ഷിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയെന്ന വിമർശനവും ഉയരുന്നുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. കേരളമാകെ ചർച്ച ചെയ്ത ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോയി വരാം. ജയിൽ വകുപ്പിലെ ശാഖ RSS അനുഭാവികളായിട്ടുള്ള 18 പേരാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം കോട്ടയത്താണ് നടന്നത്. നമുക്കറിയാം, നമ്മളത് ഇപ്പോൾ റാപ്പിൽ കേട്ടു. കുമരകത്ത് റിസോർട്ടിൽ രഹസ്യയോഗം ചേർന്നത് ജനുവരി 17 തീയതി രാത്രിയാണ്. നമുക്കറിയാം, പങ്കെടുത്തത് സെൻട്രൽ ജയിൽ അതീവ സുരക്ഷാ ജയിലുകളിലെയും ഉദ്യോഗസ്ഥരാണ്. ഇതും നമ്മളവിടെ കേട്ടതാണ്. പങ്കെടുത്ത 18 പേരെയും വിവിധ ജയിലുകളിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. നമ്മളതും നേരത്തെ കേട്ടതാണ്. BJP-കാരായ പ്രതികളെ രക്ഷിക്കാനുള്ള ചർച്ചയാണ് നടന്നത് എന്ന് K. മുരളീധരൻ പറഞ്ഞു. അതാണ് രാഷ്ട്രീയ പ്രതികരണമായിട്ട് വന്നത്. കേരളത്തിൽ RSS പിടിമുറുക്കാൻ പാതയൊരുക്കുന്നത് പിണറായി വിജയനാണ് എന്ന വിമർശനം K. മുരളീധരൻ മുന്നോട്ട് വെച്ചു. DGP ആയിരുന്ന TP സെൻകുമാർ 2017 വിരമിച്ചതിന് പിന്നാലെ നേരെ BJP-യിലേക്ക് പോയി ചേർന്നു. സെൻകുമാറിനെ BJP-യിൽ എത്തിച്ചത് പ്രസിഡന്റായിരുന്ന കുമ്മനം രാജശേഖരനാണ്. അന്ന് പ്രസിഡന്റായിരുന്നയാൾ. സെൻകുമാർ കൂടുതൽ സജീവം സംഘപരിവാറിന്റെ ആശയപ്രചാരണ രംഗത്താണ്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അത്രയ്ക്ക് സജീവമല്ലെന്ന് തോന്നുന്നു. തീവ്ര ഹിന്ദുത്വ വിവാദ പരാമർശങ്ങളിലൂടെ നിരന്തരം വാർത്തയുണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു TP സെൻകുമാർ. ആ കാലത്ത് 2021 മറ്റൊരു മുൻ DGP ജേക്കബ് തോമസ് BJP-യിൽ എത്തുകയായിരുന്നു. അംഗത്വം സ്വീകരിച്ചത് തൃശ്ശൂരിൽ JP നഡ്ഡ പങ്കെടുത്ത സമ്മേളനത്തിൽ വെച്ചാണ് എന്നത് നമുക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ മത്സരിച്ചെങ്കിലും ജേക്കബ് തോമസ് തോൽക്കുകയാണ് ഉണ്ടായത്. BJP സംസ്ഥാന പ്രസിഡന്റ് ആവുമെന്നുവരെ വാർത്തകളുണ്ടായിരുന്നു ഇദ്ദേഹത്തെക്കുറിച്ച് അല്പ ദിവസങ്ങൾക്ക് മുമ്പ്. തൊട്ടുപിന്നാലെ ശ്രീലേഖയും DGP ആയിരുന്ന മറ്റൊരു ആൾ ശ്രീലേഖയും വിരമിച്ച ശേഷം നേരെ BJP-യിലേക്ക് പോയി. വെറും 3 ആഴ്ച കൊണ്ടാണ് BJP-യിൽ ചേരാൻ തീരുമാനിച്ചതെന്നാണ് ശ്രീലേഖ പിന്നീട് പറഞ്ഞത്. പണ്ടേ ശ്രീലേഖ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ അടുത്തറിഞ്ഞയാളാണെന്ന് പിന്നീട് ശശികല ടീച്ചർ പറയുകയുണ്ടായി. സർവീസിലിരിക്കെ RSS പരിപാടിയിൽ ശ്രീലേഖ പങ്കെടുത്തിട്ടുണ്ടെന്നും ശശികല പറഞ്ഞു. അജിത് കുമാറിന്റെ രഹസ്യ സന്ദർശനം. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ സവാളയെ രഹസ്യമായി സന്ദർശിച്ചത് ADGP അജിത് കുമാർ ആയിരുന്നു. ഈ തൃശ്ശൂർ പൂരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വിമർശനമുണ്ടായി. അജിത് കുമാർ ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയിട്ടാണ് അദ്ദേഹത്തെ പോയി സന്ദർശിച്ചത്, RSS നേതാവിനെ. തിരുവനന്തപുരത്ത് RSS നേതാവായ രാം മാധവുമായും അദ്ദേഹം അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയ വാർത്ത പിന്നീട് പുറത്തു വന്നു. പൂരം കലക്കലിന് പിന്നിൽ ഈ കൂടിക്കാഴ്ചയാണെന്ന് പ്രതിപക്ഷം ആരോപണമായിട്ട് ഉന്നയിച്ചു. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നത് ഈ വാർത്ത വലിയ ഞെട്ടലോടെയായിരുന്നു ആ കാലത്ത് ആളുകൾ കേട്ടിരുന്നത്. മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് K. ഗോപാലകൃഷ്ണൻ IAS ആയിരുന്നു. ഫോൺ ഹാക്ക് ചെയ്താണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്ന് ഗോപാലകൃഷ്ണൻ പിന്നീട് അവരോട് സമ്മതിക്കുകയും മറ്റുമുണ്ടായി. പോലീസ് അന്വേഷണത്തിൽ ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ല എന്നാണ് കണ്ടെത്തിയത്. ഇതാണ് സമീപകാലത്തെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് വെക്കാവുന്ന കുറേ വിവരങ്ങൾ നമ്മൾ എടുത്തത്. ഈ നിലക്കാണ് കാണേണ്ടത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ CPM-ൻ്റെ ഇടതുപക്ഷ സർക്കാർ BJP-യെ സഹായിക്കുകയാണ്, RSS-നെ സഹായിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്നതൊക്കെ എന്നാണ് കോൺഗ്രസിൻ്റെ ആക്ഷേപം. അത് മുഖവിലേക്ക് എടുക്കണ്ടേ? അത് മുഖവിലേക്ക് എടുക്കാമെന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ CPIM ഇതേ ആരോപണം
UDF സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത്. അതിൻ്റെ തുടർച്ചയായാണ് ഈ TP സെൻകുമാറിൻ്റെ RSSലേക്കുള്ള അല്ലെങ്കിൽ BJPയിലേക്കുള്ള യാത്രയെ CPM ഇപ്പോഴും അവതരിപ്പിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഈ ജേക്കബ് തോമസിൻ്റെ യാത്രയെ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല ആ കാലം മുതൽ ശ്രീലേഖ IPSൻ്റെ ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വം ആ നിലയ്ക്ക് തന്നെയാണ് കാണിച്ചതെന്നുള്ളത് എന്തായാലും അതേക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുള്ള കാര്യവുമാണ്. ഇപ്പോൾ നോക്കിക്കോളൂ സനീഷേ, ഇപ്പോൾ പുതിയ ഈ പറയുന്ന വലിയ ചില IAS പുലികളും ചില IPS പുലികളും ഒക്കെ ഈ വാല് ഇളക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്? അവർക്ക് മറ്റൊരു സുരക്ഷ ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം കൊണ്ടാണ്. മുമ്പ് ആ നിലയ്ക്ക് ആയിരുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ മാറി മാറി കേരളത്തിൽ UDF സർക്കാർ വരുന്നു, കേന്ദ്രത്തിൽ UPA ഭരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്നു. അതിനു മുൻപ് ആ സ്വഭാവത്തിലുള്ള സർക്കാരുകളൊക്കെ മാറി വരുന്നു. ആ സമയത്തൊന്നും ഇങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള ഒരു സഞ്ചാരം IPS ഉദ്യോഗസ്ഥർക്ക് സാധ്യമാകുമായിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് കാലമായി ഇവർക്കൊരു സംരക്ഷണം കിട്ടുന്നു കേന്ദ്രത്തിൽ നിന്ന് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തുടർച്ചയായി വരുന്ന DGPമാരെല്ലാം നേരെ ഈ സർവീസ് അവസാനിപ്പിക്കുന്നു, നേരെ BJPയിലേക്ക് പോകുന്നു എന്നുള്ള സ്ഥിതി കൂടിയുണ്ട്. ഇത് പലപ്പോഴും സ്വകാര്യമായി പല ഉദ്യോഗസ്ഥന്മാരോടും നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ചില സമ്മർദ്ദങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ തന്നെ പറയാറുണ്ട്, ഇപ്പോൾ പഴയ പോലെയല്ല, നമ്മളെയും കുറച്ചൊക്കെ ഇവർക്ക് പേടിയുണ്ട്. ആർക്ക്? സർക്കാരിന് പേടിയുണ്ട് എന്ന് തുറന്നു പറയുന്ന IPS ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഇതാണ് കേരളത്തിലെ യാഥാർത്ഥ്യം. ഇനി ഇന്ത്യൻ യാഥാർത്ഥ്യം എന്താണ്? കേരളത്തിലായതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നു, RSSൻ്റെ യോഗം ചേർന്നു എന്നുള്ളതൊരു വലിയ സംഭവമാകുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി എന്താണ്? ഞാനിപ്പോൾ എടുത്ത് പരിശോധിച്ച് നോക്കി. ഇപ്പോൾ ഇതൊരു വളരെ സാധാരണ സംഗതിയാണ്. ഉദ്യോഗസ്ഥർ ആയിട്ടുള്ള RSS പ്രവർത്തകർ എല്ലാ സംസ്ഥാനങ്ങളിലും, ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, ഗുജറാത്തിലായിക്കോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇതൊരു വാർത്തയല്ല. അതാണ് പ്രശ്നം. അതൊരു സാധാരണ സംഗതിയായി ഇവരൊക്കെ യോഗം ചേരുന്നു, കൂടിച്ചേരുന്നു, കാര്യങ്ങൾ ആലോചിക്കുന്നു എന്നുള്ള സ്ഥിതിയുണ്ട്. ഇനി ഇതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം കൂടി നോക്കണമല്ലോ. 10-60 വർഷക്കാലം RSSൽ പ്രവർത്തിക്കാനാവുമായിരുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. അത് കഴിഞ്ഞ വർഷമാണ് എടുത്തു മാറ്റിയത്. ആ നിയന്ത്രണം സർക്കാർ എടുത്തു മാറ്റിയത്. കാരണം ഇതൊരു സാംസ്കാരിക സംഘടനയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കുന്നതിനൊക്കെയുള്ള നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ ഈ RSSനുള്ള നിയന്ത്രണം വളരെ പെട്ടെന്ന് കഴിഞ്ഞ വർഷം എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവർ ഉദ്യോഗസ്ഥരാനിലേക്ക് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ADGP അജിത് കുമാർ ദത്താത്രേയ ഹൊസബളയെ കണ്ടതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ തന്നെ ചർച്ച ചെയ്തതാണ്. എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും? അതായത് ഒരു സാംസ്കാരിക സംഘടനയാണ്, ഉദ്യോഗസ്ഥർക്ക് അതിൽ പ്രവർത്തിക്കാം എന്നുള്ള നിലപാടുള്ളപ്പോൾ, അത് നിയമവിധേയമായി അതിനെ തടയാൻ കഴിയുന്ന ഒരു സ്ഥിതി ഇല്ലാത്തപ്പോൾ ചെയ്യാൻ കഴിയുന്നത് എന്താണ്? അയാൾക്കുള്ള പ്രൊമോഷൻ തടയുകയോ അല്ലെങ്കിൽ വല്ല ട്രാൻസ്ഫർ ചെയ്യുകയോ ഒക്കെ ചെയ്ത് സർക്കാരിന് ആ നിലയ്ക്ക് ഈ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത് നേരെ എതിർത്തുള്ള വലിയ ശബ്ദങ്ങൾ ഉയരും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചില നടപടികൾ സ്വീകരിക്കാം. അതിവിടെയും സ്വീകരിച്ചു. കാരണം 18 ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ചേർന്നു. RSSൻ്റെയാണ്. അപ്പോൾ RSSൻ്റെ പ്രവർത്തകരാണ് എന്ന് പുറത്തു വരേണ്ടതില്ല എന്ന് ഈ ജയിൽ ഉദ്യോഗസ്ഥർക്ക് അറിയാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ വന്നാൽ കുഴപ്പമാകുമെന്ന് അറിയാഞ്ഞിട്ടാണോ ഇവർ ഫോട്ടോ എടുത്ത് അവർ തന്നെ പ്രദർശിപ്പിച്ചതാ? അല്ലെങ്കിൽ ഈ ഫോട്ടോ വേറെ എവിടുന്നോ ഇൻ്റലിജൻസുകാർ പോയി പൊക്കിക്കൊണ്ടു വന്നതല്ല. ഈ ഫോട്ടോ അവർ ഈ 18 ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ അടിക്കുറിപ്പോടെ ഞങ്ങൾ ഇനി വളരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പ്രദർശിപ്പിച്ചതാണ്. അവിടെ സ്വീകരിക്കാവുന്ന പരമാവധി നടപടി ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ട്രാൻസ്ഫർ മാത്രം. അതിനപ്പുറത്ത് മറ്റു കാര്യങ്ങളൊക്കെ ഈ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നിൽക്കുകയുള്ളൂ. ഒരൊറ്റ കാര്യം കൂടെ പറയാം, രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല. ഇതിനകത്ത് എന്താണ്? ഇത് നിയമപരമായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയാൽ രാഷ്ട്രീയ പ്രവർത്തനം, ഇവരാരും BJPയുടെ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞല്ല നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം CPIMൻ്റെ പ്രവർത്തകനായി ഒരു ഉദ്യോഗസ്ഥൻ മാറിയാൽ അത് പ്രശ്നമാണ്. അല്ലെങ്കിൽ അതൊരു സംഘടനാ സംവിധാനം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. പക്ഷേ അതിന് NGO യൂണിയനുണ്ട്, NGO സംഘമുണ്ട്, ഇങ്ങനെ സമാന്തര പ്രവർത്തന സംവിധാനമുണ്ട്. പക്ഷേ RSS പോലെ മറ്റൊരു സാധനം ഇവർക്കൊട്ട് കിട്ടാനുമില്ല. അതാണ് പ്രശ്നം. അതാണ് ഇതിൽ ഹർഷം പറഞ്ഞാൽ തന്നെ അതെല്ലാം ഉണ്ട്. RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ല. അപ്പോൾ ഇവർ കൂട്ടിച്ചേർന്ന് ഇരുന്നാൽ ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലക്ക് സർവീസ് ചട്ടങ്ങളെ ലംഘിച്ച് നിങ്ങൾ കൂട്ടിച്ചേർന്ന് നിന്നു എന്ന് പറയാനേ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റുക? RSS രാഷ്ട്രീയ സംഘടനയല്ല എന്ന് പറയുമ്പോൾ BJPക്കാരായിട്ടാണ് ഇരുന്നതെങ്കിലും ഓക്കെ, ഇത് RSS രാഷ്ട്രീയ സംഘടനയല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നടപടിയെടുക്കാൻ പറ്റുക? സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം സർക്കാർ പലയിടങ്ങളിലേക്ക് പറത്തി, അത് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് RSS എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ RSS രാഷ്ട്രീയ സംഘടനയല്ല എന്ന് പറയുന്നത്? RSSന് പ്രത്യേകിച്ച് ഒരു ഭരണഘടനയുമില്ല. പക്ഷേ മഹാത്മാഗാന്ധിയുടെ വധമുണ്ടായപ്പോൾ RSS നിരോധിക്കപ്പെട്ടിരുന്നു. അത് നിരോധിക്കപ്പെട്ടപ്പോൾ ഇവരുടെ നേതാക്കളെല്ലാം വളരെയേറെ കഷ്ടപ്പെട്ട് ഈ നിരോധനം നീക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നിരോധനം നീക്കാം എന്ന് പറഞ്ഞിട്ട് നിരോധനം നീക്കാനായിട്ട് വെച്ചൊരു ഉപാധി, നിങ്ങൾക്ക് എല്ലാ സംഘടനകളെയും പോലെ ജനാധിപത്യ സമൂഹത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന എല്ലാ സംഘടനകളെയും പോലെ നിങ്ങൾക്കൊരു ഭരണഘടന വേണം എന്ന്, എന്നാൽ മാത്രമേ ബാൻ മാറ്റാൻ പറ്റുമെന്ന് ഭരണാധികാരികൾ നിബന്ധന വെച്ചപ്പോൾ അവരൊരു ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടനയിൽ ഈ പറയുന്ന ഇങ്ങനെ പറഞ്ഞു, അതായത് അതിൻ്റെ സെക്ഷൻ 4C ഇങ്ങനെയാണ്, അതായത് ദി സംഘ്
ഈസ് aloof ഫ്രം പൊളിറ്റിക്സ് ആൻഡ് ഈസ് ഡിവോട്ടഡ് ടു സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫോൾസ് ഓൺലി. അതായത് രാഷ്ട്രീയ പരിപാടികളില്ല, വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുക, ഞങ്ങൾ ഈ സാംസ്കാരികമായിട്ടുള്ള പരിപാടികളിൽ മാത്രമേ നിൽക്കൂ എന്ന് ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയെ RSS ഇപ്പോഴും അംഗീകരിക്കണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഭരണഘടനയില്ലാത്ത സംഘടന എന്നാണ് അതിനെപ്പറ്റി നമ്മൾ അറിയുന്നത്. പക്ഷേ ആ കാലത്ത് അങ്ങനെ ഒരു ഭരണഘടന എഴുതി സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് മാറ്റിക്കൊടുത്തത്, ഈ ബാൻ മാറ്റിക്കൊടുത്തത്. ഇതിനകത്ത് ഇത് ഇപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്നത് RSS ആൻഡ് ദി മേക്കിംഗ് ഓഫ് ദി ഡീപ് നേഷൻ എന്ന് പറയുന്ന ദിനേശ് നാരായണൻ എന്ന് പറയുന്നൊരു ജേർണലിസ്റ്റ് എഴുതിയ വലിയ വിശാലമായിട്ടുള്ളൊരു പുസ്തകം. അദ്ദേഹം RSSനും BJPക്കും എതിരായിട്ടുള്ള ഒരാളൊന്നുമല്ല, എന്ന് വെച്ചാൽ അതിന് പുറത്ത് നിൽക്കുന്ന ഒരാളല്ല, ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹം RSS ആൻഡ് ദ മേക്കിംഗ് ഓഫ് ദ ഡീപ് നേഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആ പുസ്തകത്തിൻ്റെ പേര്. സത്യത്തിൽ ഈ പേര് കണ്ടപ്പോഴാണ് ഞാനതൊന്ന് കൗതുകത്തോടെ വീണ്ടും ഈ സംഘടനാ സംവിധാനത്തെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ വേണം പ്രവർത്തിക്കാൻ. അതാണ് അത് ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ നമുക്ക്. അതായത് ആ ഡീപ് സ്റ്റേറ്റ് ആയിരിക്കുക ഓരോ സ്ഥലത്തും എന്നത് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് നടപ്പാക്കേണ്ടത്. അതായത് ഒന്ന്, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി RSSകാരനാണ്, ഈ നാട്ടിലെ ഗവർണർ RSSകാരനാണ്, രാജ്യത്തെ പ്രധാനപ്പെട്ട പല പദവികളിലും RSSകാരായിരിക്കുന്നത്. എന്താ ഇതിൻ്റെ പ്രശ്നം? RSSകാർ പോലീസായിട്ട് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സംഘടന അല്ലാതിരിക്കെ അവർ ഒത്തുചേർന്ന് ഒരു സ്ഥലത്ത് കൂട്ടിയിരുന്ന എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഞാൻ പറയുക RSS ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സംഘടനയാണ്. അതായത് ഹിന്ദു നാഷണലിസം, ഹിന്ദുത്വയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളെല്ലാം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. പക്ഷേ നമ്മുടെ രാജ്യമാണെങ്കിൽ ഒരു മതേതര ഭരണഘടനയാൽ അധിഷ്ഠിതമായിരിക്കുന്ന രാജ്യവുമാണ്. മതേതര ഭരണഘടനയാൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്ത് മതപരമായിട്ടുള്ള ഒരു സംഘടനയുടെ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അതിനത്ര കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇത് കേരളത്തിൽ വലിയ ചർച്ചയാകുന്ന. മറ്റൊരു സ്ഥലത്തും ഹർഷൻ പറഞ്ഞതുപോലെ ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചയല്ല. കാരണം എല്ലാ പ്രധാനപ്പെട്ട ആളുകളും RSS ആയിരിക്കെ RSSന് ഏത് RSS പ്രവർത്തകർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബാനൊന്നുമില്ലാതെ ഏത് സർക്കാർ ഉദ്യോഗത്തിലേക്കും വരാമെന്നിരിക്കെ ഇതൊന്നും വലിയ ചർച്ചയല്ല. അപ്പോൾ ഇവിടെ ചെയ്യാവുന്ന കാര്യം RSSൻ്റെ ഓപ്പോസിറ്റ് പക്ഷത്ത് നിൽക്കുന്ന CPMൻ്റെ സർക്കാർ ചെയ്തു. അതവർക്ക് കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയുകയും ചെയ്തു ഇത്രക്കൊക്കെ പറ്റൂ എന്ന്. അതുകൊണ്ട് പക്ഷേ ഇതൊരു രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ചർച്ചയാവുന്നതുകൊണ്ട് ചർച്ചയാവുന്നു എന്നേ ഉള്ളൂ. ഒരേ മനസ്സുള്ള ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് കോട്ടയത്ത് തുടക്കമായിരിക്കുന്നു. ഇനി ഇത് വളർന്നുകൊണ്ടേയിരിക്കും. RSS അനുഭാവികളായ ജയിൽ ഉദ്യോഗസ്ഥരുടെ രഹസ്യയോഗത്തിന് ശേഷം അവർ ഒന്നിച്ചു നിന്നെടുത്ത ചിത്രത്തിന് അവർ തന്നെ എഴുതിയ അടിക്കുറിപ്പാണ്. സർവീസിലുള്ളവർക്ക് രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടാകുന്നതിൽ തെറ്റില്ല, പക്ഷേ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ അഭിപ്രായ പ്രകടനവും ചട്ടവിരുദ്ധമാണ്, തെറ്റാണ് ഇവിടെ. പക്ഷേ അത് കുറ്റം ആയിട്ട് പറയാൻ പറ്റില്ല, നമ്മളത് വിശദീകരിച്ചു. യൂണിഫോമൊക്കെയുള്ള സംഘടനയാണ് RSS. പ്രത്യയശാസ്ത്രവും പതാകയും പരിപാടിയും ഒക്കെയുള്ള കേഡർ സംഘടന. ഒരു യൂണിഫോംഡ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ ഇത്തരമൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത്, അതിനായി രഹസ്യയോഗം ചേരുന്നത് ഏത് നിലക്ക് നോക്കിയാലും അംഗീകരിക്കാനാവതല്ല. പോലീസിലും ജയിൽ വകുപ്പിലുമൊക്കെ സംഘപരിവാറിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്ന പ്രതിപക്ഷാരോപണത്തിന് ഇന്ന് പുറത്തു വന്ന വാർത്ത ബലം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് സ്ഥിരീകരണമൊന്നുമില്ല. ഇവരാരും ഇവിടെ യൂണിഫോമിലൊന്നുമല്ല അവിടെ ഇരിക്കുന്നത്, ആ ഫോട്ടോയിൽ എന്ന കാര്യം കൂടിയുണ്ട്. ഗൗരവത്തോടെ കണ്ട് നടപടിയെടുക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ആവശ്യം പുറത്തു വന്നു. പോലീസ് തലപ്പത്തുള്ള പലരും വിരമിച്ച ശേഷം നേരെ BJPയിൽ പോയി ചേരുന്ന കാഴ്ച നമ്മൾ പലതവണ കണ്ടതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അതിൽ യാതൊരു തെറ്റും RDX കാണുന്നില്ല. പ്രശ്നം അതല്ല, വിരമിക്കുന്നതിന് മുമ്പും ഇവരുടെ നിലപാടുകൾ ഈ രാഷ്ട്രീയ ചായ്വോടായിരുന്നോ? ഹിന്ദുത്വാനുകൂല മതേതര വിരുദ്ധ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടാണോ അവർ അവരുടെ സർവീസ് നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നതൊക്കെയാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ ഇതിലും ഗൗരവപ്പെട്ട ഇടപെടൽ സർക്കാരിൽ നിന്നുണ്ടാകണമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത വിഷയത്തിലേക്ക്